ഇന്ന് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കാര്യം വേറെ ഒന്നുമല്ല, കുറേ കാലത്തിന് ശേഷം ഇന്നൊന്ന് കോളേജിലേക്ക് പോവാണ്. ആദ്യം ഇന്റേൺഷിപ്പിന് പോവാന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ഇടങ്ങറായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നേരെ തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് കോളേജിൽ പോകാൻ അത്രയും മടി വേറെ എങ്ങോട്ട് പോകാനും ഇല്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ലീവൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. ഇന്നെന്തായാലും നമ്മുടെ ഇന്റേൺഷിപ്പ് ടീമിന്റെ ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. അപ്പൊ എന്തായാലും വീട്ടിലിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ കുറച്ച് അധികം ഓവറായിട്ട് തന്നെ മാറ്റി ഒരുങ്ങിയിട്ട് നമ്മൾ DTPC ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഡിഗ്രിയിലെ ഈ ഒരു 60 hours ഓഫ് മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് ഭയങ്കര ഇടങ്ങേറോടെ കണ്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. ശരിക്കും ഇതിനെക്കുറിച്ച് ഇപ്പൊ പറയാന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഒരു 60 അല്ല 120 hours ആക്കിയാലും ഞങ്ങൾ അങ്ങ് എത്തുന്നുള്ളത്. കാര്യം വേറെ ഒന്നുമല്ല, അക്കാഡമിക്സിനെ കുറിച്ചോ ഒന്നിനെ കുറിച്ചോ ഒരു ടെൻഷനും വേണ്ട. ജസ്റ്റ് ഇവർ പറയുന്ന കുറച്ച് വർക്ക്സും ചെയ്ത് നല്ല ഫുഡും കഴിച്ചിട്ട് അവിടെ അങ്ങ് ഇരിക്കും. പിന്നെ ഇന്ന് ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സീസൺ 5ന്റെ ഒരു ഭാഗമാണല്ലോ ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് ട്രോഫിയൊക്കെ തന്നു. അങ്ങനെ ട്രോഫിയൊക്കെ കിട്ടിയതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഇന്നത്തെ നമ്മുടെ ഒക്കെ ഒരു ഡ്രസ്സിങ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളൊരു എത്നിക് ഡേ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. സംഭവം പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ഓവറായിട്ട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായത്. ഇതൊക്കെ ഒരു രസമല്ലേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ള സൂപ്പ് വന്നു. ശരിക്കും ഇന്ന് കംപ്ലീറ്റ് ആയിട്ടൊരു വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഞാൻ വന്നത്. പക്ഷേ ഞാൻ ഫോണിന്റെ ചാർജർ എടുക്കാണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ എടുക്കാനുള്ള ചാർജ് ഇല്ലേനു. ഇനി എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ വേറെയും സ്റ്റാർട്ടേഴ്സുകളും മെയിൻകോസ് ഒക്കെ വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്കാണെങ്കിൽ ഇന്ന് ഹോസ്റ്റലിൽ കയറിയതുകൊണ്ട് 6 മണിക്ക് ഹോസ്റ്റലിൽ എത്തണം. അതുകൊണ്ട് നമ്മൾ നേരെ ഓഫീസിൽ പോയിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് നേരെ ഹോസ്റ്റലിലേക്ക് പോയി.